നമുക്കറിയാം 55 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ ഇൻഷുറൻസിന് ചേരണമെങ്കിൽ അതിന്റെ പ്രീമിയം സ്കൈ റോക്കറ്റ് ചെയ്യും. 55 കഴിഞ്ഞാൽ സ്കൈ റോക്കറ്റ് ചെയ്യും, 65 കഴിഞ്ഞാൽ അവർക്ക് എടുക്കാൻ തന്നെ താല്പര്യം പലപ്പോഴും ഇല്ല. നോർക്കെ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ 18 വയസ്സുകാരനും 7 വയസ്സുകാരനും ഒരേ പ്രീമിയം ആയിരിക്കണം. രണ്ടാമത്തെ, അവർ ഏത് ആരോഗ്യാവസ്ഥയിലാണെങ്കിലും അവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റണം. അവർ മാത്രമല്ല, അവരുടെ കുടുംബവും ഒരു ചെക്കപ്പും ഇല്ലാതെ ഡയറക്റ്റ് എൻറോൾ ചെയ്യണം. ഏത് ആരോഗ്യാവസ്ഥയോടെ ജോയിൻ ചെയ്യാവുന്ന രീതിയിൽ, എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രീമിയം റേറ്റിൽ ഉള്ള ഒരു പോളിസിയാണ് കസ്റ്റമൈസ് ചെയ്തെടുത്തത്. എനിക്കിപ്പം ഒരു ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അഡീഷണൽ ആയിട്ട് ഞാൻ ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതൊരു ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത്? ഒരു ഹോസ്പിറ്റലൈസേഷന് ഏതെങ്കിലും ഒരു പോളിസിയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ ഒരു പോളിസി 3 ലക്ഷം രൂപയും വേറൊരു പോളിസി 5 ലക്ഷം രൂപ, എനിക്ക് 7 ലക്ഷം രൂപയാണ് എനിക്ക് അവിടെ വന്നെങ്കിൽ 5 ലക്ഷം രൂപയുടെ പോളിസി എടുത്തിട്ട് അതിൽ നിന്ന് 7 ലക്ഷത്തിന്റെ 5 ലക്ഷം വരെ മീറ്റ് ചെയ്ത ശേഷം റിമൈനിങ് ആയിട്ടുള്ള ബില്ല് അടുത്തതിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റും. ഒരു പോളിസി ഉള്ളത് കൊണ്ട് വേറൊരു പോളിസി എടുത്തത് കൊണ്ട് അതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒന്ന് ക്യാഷ്ലെസ് ആയിട്ടും ഒന്ന് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യും.